യുഡിഎഫുമായി നടത്തിയ മുന്നണി മാറ്റ ചർച്ച ഫലം കാണാതായതോടെ എൽഡിഎഫിൽ തുടരാൻ ആർജെഡി 4ാം സീറ്റായി കോവളം ആവശ്യപ്പെടാനും തീരുമാനമായി. വടകരയിൽ എംപി ശ്രേയാംസ് കുമാർ മത്സരിക്കണമെന്ന സിപിഐഎം നിർദ്ദേശവും പരിഗണിച്ചു. അർഹിച്ച പരിഗണന ലഭിച്ചില്ലെന്ന പരാതിയുമായാണ് ഒരു വിഭാഗം ഇടതുമുന്നണി വിടണമെന്ന് ആർജെഡിയിൽ ആവശ്യം ഉയർത്തിയത്. യുഡിഎഫ് നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. കെ രമയുടെ വടകര സീറ്റ് വിട്ടുനൽകാൻ യുഡിഎഫും തയ്യാറായില്ല. ഷാഫി പറമ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ വടകര പാർലമെന്റ് സീറ്റ്, അതുമല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ്, ഇക്കാര്യങ്ങളും ആർജെഡി യുഡിഎഫിൽ അവതരിപ്പിച്ചിരുന്നു. ഏതായാലും ചർച്ചകൾ വഴിമുട്ടിയതോടെ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുമുന്നണിയിൽ തന്നെ തുടരാനാണ് ആർജെഡിയുടെ തീരുമാനം. വടകര, കൂത്തുപറമ്പ്, കൽപ്പറ്റ സീറ്റുകൾക്ക് പുറമെ 4ാം സീറ്റായി ജെഡിഎസിന്റെ കോവളവും ആവശ്യപ്പെടും. ശ്രേയാംസ് കുമാർ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട കൽപ്പറ്റയിൽ പുതുമുഖത്തെ പരീക്ഷിക്കും. കെ രമയെ നേരിടാൻ വടകരയിൽ ശ്രേയാംസ് കുമാർ തന്നെ ഇറങ്ങണമെന്നാണ് സിപിഐഎം താൽപര്യം. എന്നാൽ എലത്തൂർ വിട്ടുതന്നാൽ വടകര സിപിഎമ്മിന് നൽകാമെന്ന നിലപാടിലാണ് ആർജെഡി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂരിന്റെ പേരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. കൂത്തുപറമ്പിൽ കെ.പി. മോഹനൻ വീണ്ടും കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ പുതുമുഖത്തെ ഇറക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.